ഹലോ ഡിയേഴ്സ്, കാഫ് എന്നുള്ള ലെറ്ററാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. കാഫ് പഠിക്കുമ്പോൾ നമ്മൾ 3 കാഫ് മനസ്സിലാക്കണം. ആദ്യത്തെ കാഫ് സാധാരണ നമ്മൾ ലെറ്റേഴ്സിൽ പഠിക്കുന്നത് പോലെ ലാം പോലെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കാഫാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചില ആളുകൾക്ക് ഈ രൂപത്തിലിട്ട് തെറ്റിക്കും ചിലരുണ്ട്. ഇത് അംസാണ്. അംസ് ഇടരുത്. അംസ് ഇട്ട് കഴിഞ്ഞാൽ ഈ കാഫ് തെറ്റാണ്. ഇവിടെ കാഫ് തന്നെയാണ് ഇടുന്നത്. ഇത് ഏത് കാഫാണെന്ന് ഞാൻ പറയാം. ഓക്കെ, രണ്ടാമത്തെ കാഫ് നമ്മൾ കൂട്ടി എഴുതുന്ന സമയത്ത് നമ്മൾ നാമിട്ടതിന് ശേഷം മുകളിൽ തിരിച്ചെഴുതുന്നത്. ഇതാണ് രണ്ടാമത്തെ കാഫ്. മൂന്നാമത്തെ ഒരു കാഫ് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലൊക്കെ ഉള്ളതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഈ രൂപത്തിലൊരു കാഫ് ഓക്കെ, ഇത്തരത്തിൽ 3 കാഫുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാഫ് എന്നുള്ള ലെറ്ററിൽ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പം ഇനി നോക്കാം, നമുക്ക് ജസ്റ്റ് കാഫിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഫതഹ് ക ഈ കെൻ കിൻ കുൽ. അത് നമ്മൾ ഈ രൂപത്തിൽ ഈ കാഫിനും ഇതേ രൂപത്തിൽ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ കൂട്ടി എഴുതുന്ന സമയത്തുള്ള കാഫാണ്. നേരെ ഫത്ത് കൊടുക്കുമ്പോൾ ക, രസ കൊടുക്കുമ്പോൾ ഈ, നോമ്പ് കൊടുക്കുമ്പോൾ കു, ഈ രൂപത്തിൽ കൊടുക്കണം. ഇനി നമുക്ക് 3 കാഫുകൾ അടങ്ങുന്ന 3 വേർഡുകൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേർഡ് ഞാൻ എഴുതാൻ പോകുന്നത് ഈ കാഫ് ഒരു വേർഡിന്റെ അവസാനത്തിലാണ് വരിക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ആ വേർഡ് എഴുതുകയാണെങ്കിൽ സ മ കുൽ ഉണ്ടോ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആ കാഫ് വന്നു. കാഫ് ഇവിടെ എന്തല്ല അംസ് അല്ല ഇട്ടുള്ളത്, ഈ കാഫാണ് ഇട്ടുള്ളത്. ഈ കാഫ് ചെറുതായിട്ടാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്, അത് മനസ്സിലാക്കണം. അവസാനം വന്നു. ഇനി കൂട്ടി എഴുതുന്ന കാഫാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആണോ, കൂട്ടി എഴുതുന്ന സമയത്ത് ഈ കാഫ് ഈ രൂപത്തിലാവുകയാണ് ചെയ്യാം. ഇനി ഈ രൂപത്തിൽ ഖുർആനിൽ വരുന്നതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കുല്യ അയ്യുഹൽ കാഫിറൂൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലുള്ള കാഫ് നിങ്ങൾ നോക്കൂ, ഈ രൂപത്തിലായിരിക്കും. ഓക്കെ, കുറച്ചിങ്ങനെ മുന്നോട്ട് പോയി ഇവിടെ ചെറിയൊരു അലിഫ് ഉണ്ടാവും, നീട്ടാനാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനത്തെ ഒരു ഗ്യാഫ്. അപ്പോൾ 3 ഗ്യാഫുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ.